പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും നെഹ്റു കുടുംബം പാഴാക്കില്ല എന്നതാണ് വാസ്തവം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എംപി പ്രിയങ്ക ഗാന്ധിയും കിട്ടുന്ന വേദികളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇകഴ്ത്തി കാണിക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങളും ഗിമിക്കുകളും നടത്താറുണ്ട്. മോദിയെ ഇകഴ്ത്തി സംസാരിക്കുന്നതിലൂടെ തന്നെ 10 വോട്ട് കോൺഗ്രസിന്റെ കീശയിൽ അവരുടെ പെട്ടിക്കുള്ളിൽ വീഴുമെന്ന ധാരണയിലാണ് ഇവർ ഇത്തരത്തിൽ ഓരോ രീതിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ വീണ്ടും പരാജയത്തിലേക്കുള്ള പാത തെളിക്കുകയാണ് ഇവിടെ ചേട്ടനും അനുജത്തിയും ചെയ്യുന്നതെന്നതാണ് ഇവിടെ പൊതുജനങ്ങളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം അവശേഷിക്കെയാണ് പാർട്ടിക്ക് കരുത്തു പകരാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ചിറയൻകീഴ് വെച്ച് നടന്ന പ്രചരണ പരിപാടിക്കിടെ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് അവർ പ്രസംഗം ആരംഭിച്ചിരിക്കുന്നത്. മോദി നട്ടല്ലില്ലാത്ത ഭീരുവാണ് എന്നും ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നും ഇന്ത്യക്ക് വേണ്ടി നിവർന്നു നിൽക്കാനുള്ള ധൈര്യം പോലും മോദിക്കില്ല എന്നതാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്നത്. എപ്പിസ്റ്റീൻ ഫയലിൽ പേരുള്ളത് കൊണ്ടാകാം ഈ ഒരു ഭയമെന്നും പ്രിയങ്ക ഇപ്പോൾ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പശ്ചിമേഷ്യൻ സംഘർഷത്തെയും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അതും മോദിയുടെ ഭാഗത്തു നിന്നും വലിയൊരു തെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന തരത്തിലാണ് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്ക് പോലും ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിൽ വ്യക്തമായി പറയാൻ സാധിക്കുമെന്നതാണ് വാസ്തവം. മാത്രമല്ല ഇവിടെ വെറും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇകഴ്ത്തി കാട്ടിക്കൊണ്ട് ഇവിടെ സംസാരിച്ചിരിക്കുന്നതെന്നത് വെളിവാവുകയാണ്. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാനായിരുന്നു പ്രിയങ്ക ഗാന്ധി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം ചിറയൻകീഴ് മണ്ഡലത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ മോദി സർക്കാർ നയം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷ നൽകുന്നില്ല എന്നും മോദി നട്ടലില്ലാത്ത ഭീരുവാണ് എന്നും പറയുകയായിരുന്നു. ഗൾഫ് പ്രതിസന്ധിയിലും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. മോദി സർക്കാർ നയം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷ നൽകുന്നില്ല. മോദി ആകട്ടെ അമേരിക്കയും ഇസ്രായേലിന് മുന്നിൽ തല കുനിച്ചു. നമ്മുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തുവെന്നും മോദി ഭീരുവാണ് എന്നും ഇന്ത്യക്ക് വേണ്ടി നിവർന്നു നിൽക്കാനുള്ള കെൽപ്പോ അല്ലെങ്കിൽ ധൈര്യമോ മോദിക്കില്ല എന്നും ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ബി ടീമാണ് എന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് മാത്രം എങ്ങനെയാണ് പരിഗണന ലഭിക്കുന്നത്? ശബരിമലയെ കൊള്ളയടിച്ചിട്ടും അന്വേഷണമില്ല. ഇടതു നേതാക്കൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? കേരളത്തിനൊരു പുതിയ സർക്കാർ അത്യാവശ്യമാണ് എന്നും ജനങ്ങളോട് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് താൻ ഇവിടെ നടത്തുന്നത് എന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞു. കേരളത്തിൽ പഠിച്ച് ഇറങ്ങുന്നവർക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥയാണ്. കർഷകർ പ്രതിസന്ധിയിലാണ് എന്നും വിലക്കയറ്റം രൂക്ഷമാണ് എന്നും പറഞ്ഞ പ്രിയങ്ക ഗാന്ധി ആകട്ടെ ഇവിടെ ആശാ സമരത്തെ പറ്റിയും ഈ പ്രസംഗത്തിൽ എടുത്തു സൂചിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ആശാ സമരക്കാരുടെ ശബ്ദം അടിച്ചമർത്തി. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം അവരെ കണ്ടു. ആശാ വർക്കർമാർക്ക് ചെറിയ വേതനം മാത്രമാണുള്ളത്. അവിടെ ജോലിക്കായുള്ള വേതനം കിട്ടുന്നില്ല എന്നും സർക്കാർ അവരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കിയില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് പോലും അവിടെ ദുരിത ജീവിതമാണ്. വലിയ വ്യത്യാസങ്ങളില്ലാതെ തന്നെ തുറമുഖം ഏറ്റെടുക്കുമ്പോൾ ദുരിതം മത്സ്യത്തൊഴിലാളികൾക്കാണ്. എംപിമാർക്ക് പലതും ചെയ്യണം എന്നതുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അവസരം നൽകുന്നില്ല. 10 വർഷമായിട്ടും സർക്കാർ ഒന്നും തന്നെ നൽകിയിട്ടില്ല. സഹോദരങ്ങൾക്ക് ജോലി തേടി വിദേശത്ത് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അവിടെ ബുദ്ധിശാലികളും അതുപോലെ തന്നെ അധ്വാനികളുമാണ്. മലയാളികളെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല എന്നും വോട്ടർമാർ ഇവിടെ ഉയർത്തെഴുന്നേൽക്കണം എന്നതാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. അടുത്ത 5 കൊല്ലം കൂടി ഈ സർക്കാരിനെ സഹിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നും വർഗീയതയുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ മാറ്റി നിർത്തണമെന്നതാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ പ്രസംഗത്തിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.